ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജിയിൽ വാദം തുടരുന്നു. ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാനാകില്ല എന്ന പ്രതിഭാഗം. ഇരു കേസുകളിലും തന്ത്രി സമർപ്പിച്ച ജാമ്യ ഹർജിയെ എതിർത്ത് SIT റിപ്പോർട്ട് നൽകി. എം മനോജ് ചേരുന്നു. മനോജ്, പറയൂ, എന്താണ് വിവരങ്ങൾ? രോഹിണി, ഇന്ന് 3 മണിയോടുകൂടിയാണ് ഈ പ്രോസിക്യൂഷൻ വാദം ആരംഭിച്ചത്. അതായത് ഈ തന്ത്രി 2 കേസുകളിലും പ്രതിയാണ്. ഇരു കേസുകളിലുമായി സമർപ്പിച്ച ജാമ്യ ഹർജികളിലാണ് വാദം തുടരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിഭാഗം വാദം പൂർത്തിയായിരുന്നു. ഇതിൽ തന്നെ പ്രതിഭാഗം പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ഇടപെടാൻ സാധിക്കുക. ഈ ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ അങ്ങനെയുള്ള രീതിയിലൊന്നും ഇടപെടൽ നടത്താൻ തന്ത്രിക്കാവില്ല എന്നുള്ളത് ഉദാഹരണ സഹിതമാണ് ഈ പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. അതായത് വൈക്കം ക്ഷേത്രത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള തന്ത്രിക്ക് നിർമ്മാണത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലോ ഇടപെടാൻ സാധിക്കില്ല എന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ ഉത്തരവ് കൂടെ ചൂണ്ടിക്കാണിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രതിഭാഗം കോടതിയിൽ വാദം ഉന്നയിച്ചത്. അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഓൺലൈനായി ഈ വിജിലൻസ് കോടതിയിൽ നടന്ന ഈ ഒരു ഹർജി പരിഗണിച്ചപ്പോൾ അദ്ദേഹം ഹാജരായിരുന്നു. അതോടൊപ്പം തന്നെ തന്ത്രിയുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് SIT റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നു. അതായത് തന്ത്രിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും വലിയ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലാണ് SIT റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് തന്നെ പ്രതിഭാഗം കൃത്യമായും അവിടെ വാദം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് തന്ത്രിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അങ്ങനെ ഒരു ബന്ധമായിരുന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കീഴ്ശാന്തിയുടെ പരികർമ്മിയായി ശബരിമലയിൽ നിൽക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അത്തരത്തിൽ എന്തെങ്കിലും വലിയ സ്ഥാനം കൊടുത്ത് തന്ത്രി തന്നെ കൂടെ നിർത്തുമായിരുന്നല്ലോ എന്നുള്ള കാര്യങ്ങളാണ് ഈ പ്രതിഭാഗം ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും വാദം ഇന്നും തുടരുകയാണ്. പ്രോസിക്യൂഷനാണ്, അതായത് കഴിഞ്ഞ ദിവസം പ്രതിഭാഗം വാദം പൂർത്തിയായെങ്കിൽ ഇന്ന് പ്രോസിക്യൂഷനാണ് ഇതിൽ വാദം ഉന്നയിക്കുക. പ്രധാനമായും SITയുടെ റിപ്പോർട്ട് മുന്നിൽ വെച്ച് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദം. പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള സിജു രാജനാണ് ഇന്ന് ഈ പ്രോസിക്യൂഷൻ വാദത്തിൽ ഈ ഹാജരായിരിക്കുന്നത്. ഈ SIT റിപ്പോർട്ട് അനുസരിച്ച് ഈ ജാമ്യ ഹർജികൾ തള്ളിക്കഴിഞ്ഞാൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിൻ്റെ നീക്കം. കാരണം മറ്റൊരു കാര്യം കൂടെ എന്ന് പറയുന്നത് വലിയ ഒരു ആരോപണം SITക്ക് മേൽ ഉയരുന്നുണ്ട്. വലിയൊരു സമ്മർദ്ദം SITക്ക് മേലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു സംശയമായി നിൽക്കുന്നത്. കാരണം മറ്റു പ്രതികൾക്കടക്കം സ്വാഭാവിക ജാമ്യം അനുവദിച്ച് കിട്ടുവാനുള്ള ഒരു സൗകര്യം, അത് കുറ്റപത്രം സമർപ്പിക്കാതെ തന്നെ SIT അത്തരത്തിലൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തുവെന്നും, എന്നാൽ തന്ത്രിയുടെ കാര്യം വരുമ്പോൾ SIT അതിനെ എതിർക്കുന്നുവെന്നുമുള്ള ഒരു കാര്യമാണ്, ഒരു ആരോപണമാണ് ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെ മന്ത്രിമാർ പുറത്തും തന്ത്രി അകത്തും എന്നുള്ള ഒരു ആരോപണം കൂടെ ഉയരുന്നുണ്ട്. അതായത് കടകംപള്ളി അടക്കമുള്ളവരെ ചോദ്യം ചെയ്തിട്ട് പോലും അടുത്തൊരു നടപടിയിലേക്ക് SIT കടന്നിട്ടില്ല. അതിന് സ്വാഭാവികമായും SITയിലെ ഉദ്യോഗസ്ഥർക്ക് മേലൊരു സമ്മർദ്ദമുണ്ടാകും. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കണ്ടതാണ്, പ്രതികളെ പിടികൂടുവാൻ SIT പലതവണ ആ ഒരു മന്ദഗതിയിൽ പോയിരുന്നു അന്വേഷണം. ആ സമയത്താണ് ഹൈക്കോടതി അടക്കം വിമർശനം ഉന്നയിച്ചത്. അതായത് ശങ്കർദാസ് ഉൾപ്പെടെയുള്ള പ്രതികളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു എന്നുള്ള കാര്യം അത് ഹൈക്കോടതി തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് 1 മുതൽ ഇപ്പോൾ ഈ 5 പ്രതികൾക്ക് ജാമ്യം ലഭിക്കുവാനുള്ള ഒരു സാഹചര്യം. അതായത് കഴിഞ്ഞ ദിവസം വരെ 4 പ്രതികളാണ് ജയിൽ മോചിതരായിരുന്നത്. ഇനി N വാസു കൂടെ നാളെ ഈ സ്വാഭാവിക ജാമ്യം നേടും. അതോടുകൂടി N വാസു അടക്കം പുറത്തേക്ക് വരും. ഇത്തരത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുമ്പോൾ തന്ത്രിയുടെ കാര്യത്തിൽ മാത്രം SIT കൂടുതൽ താല്പര്യം പുലർത്തുന്നു എന്നുള്ള കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും SIT കൂടുതൽ റിപ്പോർട്ടുകൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ തന്ത്രിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെയും അതോടൊപ്പം തന്നെ സാമ്പത്തിക നിക്ഷേപങ്ങളെ അടക്കം പരാമർശിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ കോടതിക്ക് മുമ്പാകെ എത്തിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദം തുടരുകയാണ്. ഈ ഇരു വാദങ്ങളും പരിഗണിച്ച ശേഷം, ഇത് വാദം പൂർത്തിയായ ശേഷമാണ് വിജിലൻസ് കോടതി തന്ത്രിയുടെ ജാമ്യ ഹർജികളിൽ ഒരു തീരുമാനമെടുക്കുക. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.